ഹലോ ഫ്രണ്ട്സ്, ജി കെ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് SSC പ്രീവിയസ് ഇയർ ജി കെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ എക്കണോമിക്സ് എന്നുള്ള സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ബാങ്ക്സ് ഈസ് നോട്ട് എ പബ്ലിക് സെക്ടർ ബാങ്ക്? താഴെ കൊടുത്തിട്ടുള്ളതിൽ പബ്ലിക് സെക്ടർ ബാങ്ക് അല്ലാത്തത് ഏതാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇൻഡസ് ലാൻഡ് ബാങ്ക് ആണ് പബ്ലിക് സെക്ടർ ബാങ്ക് അല്ലാത്തത്. പ്രസൻ്റ്ലി 12 പബ്ലിക് സെക്ടർ ബാങ്കാണുള്ളത്. കൂടുതൽ പ്രൈവറ്റൈസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ നമ്പർ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ. ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വാസ് പാസ്ഡ് ഇൻ ഇന്ത്യ ഇൻ. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കുന്നത് 1949 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്യുന്നത് 1949 അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്യുന്നത് 1955 ഇത് രണ്ടും ഓർത്ത് വയ്ക്കുക. ദ ക്യാഷ് റിസർവ് റേഷ്യോ ഈസ് കാൽക്കുലേറ്റഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ഈച്ച് ബാങ്ക്സ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസിൻ്റെ അടിസ്ഥാനത്തിലാണ് CRR കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ CRR 4% ആണ്. ക്യാഷ് റിസർവ് റേഷ്യോ പ്രസൻ്റ്ലി 4% ആണ്. അതും ഓർത്ത് വയ്ക്കുക. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ബാങ്കിങ് സെക്ടർ ഓഫ് ഇന്ത്യ, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് IMPS? നമുക്ക് പരിചിതമായ ഒരു ടേമാണ് IMPS. IMPS എന്ന് പറഞ്ഞാൽ ഇമീഡിയറ്റ് പേയ്മെൻറ്റ് സർവീസ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്. ഇമീഡിയറ്റ് പേയ്മെൻറ്റ് സർവീസ്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇൻ്റർനാഷണൽ ബാങ്കിങ് ട്രാൻസാക്ഷൻസ്, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് സ്വിഫ്റ്റ്? സ്വിഫ്റ്റിൻ്റെ ഫുൾ ഫോം എന്താണ്? ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കേരള PSC അടക്കം ചോദിച്ചിട്ടുള്ള എക്കണോമിയായി റിലേറ്റഡ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ആൻസർ വരുന്നത് സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇൻ്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻസ്. അപ്പോൾ റൈറ്റ് ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്. സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇൻ്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻസ്. ഓക്കെ, റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ നേച്ചർ ഓഫ് ഇന്ത്യൻ എക്കണോമി? അപ്പോൾ ഇന്ത്യൻ എക്കണോമിയുടെ നേച്ചർ എന്താണ്? നമുക്കറിയാം. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. മിക്സഡ് എക്കണോമിയാണ്. ഇന്ത്യ എന്നുള്ളത് മിക്സഡ് എക്കണോമിയാണ്. മിക്സഡ് എക്കണോമി മീൻസ് പ്രൈവറ്റ് സെക്ടറിനും പബ്ലിക് സെക്ടറും ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് മിക്സഡ് എക്കണോമിയിൽ വരിക. പബ്ലിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, പ്രൈവറ്റ് സെക്ടറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. വിച്ച് ഓഫ് ദ ഫോളോവിങ് എക്കണോമിക് ആക്ടിവിറ്റീസ് എംപ്ലോയീസ് ദ മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ? പരമാവധി ജനങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എക്കണോമിക് ആക്ടിവിറ്റി ഏതാണ്? നമുക്കറിയാം ഇന്ത്യയിൽ ഭൂരിഭാഗം ആളുകളും കൃഷിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അഗ്രികൾച്ചർ. ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. പക്ഷേ GDPയുടെ ഔട്ട്പുട്ട് നമുക്ക് നോക്കുമ്പോൾ അഗ്രികൾച്ചർ അല്ലെങ്കിൽ പ്രൈമറി ആക്ടിവിറ്റി ആയ അഗ്രികൾച്ചറിൽ നമുക്ക് GDPയുടെ ഔട്ട്പുട്ട് കുറവാണ്. കമ്പാരിറ്റീവ്ലി സർവീസ് സെക്ടർ ആയാലും മാനുഫാക്ചറിങ് സെക്ടർ ആയാലും അത് രണ്ടും കൂടുതലാണ് അഗ്രികൾച്ചറിനെക്കാട്ടിലും. അതും ഓർത്ത് വയ്ക്കുക. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ പ്രൈമറി ആക്ടിവിറ്റി? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഈ ഓപ്ഷൻസ് അല്ലാതെ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ആയിട്ടും ചോദിക്കാം. അപ്പോൾ പ്രൈമറി ആക്ടിവിറ്റി, സെക്കൻഡറി ആക്ടിവിറ്റി, ടെർഷറി ആക്ടിവിറ്റി, ഇത് മൂന്നിൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക. അതുപോലെ ഓരോന്നിൽ ഏതൊക്കെ വരികയെന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ. അപ്പോൾ പ്രൈമറി ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡയറക്ട്ലി യൂസസ് നാച്ചുറൽ റിസോഴ്സസ് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നതാണ് പ്രൈമറി ആക്ടിവിറ്റീസിൽ വരുന്നത്. അപ്പോൾ ഇതിൽ റൈറ്റ് ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്. കൺസ്ട്രക്ഷൻ എന്നുള്ളത് സെക്കൻഡറി ആക്ടിവിറ്റിയാണ്. പ്രത്യേകം ഓർത്ത് വയ്ക്കുക. കൺസ്ട്രക്ഷൻ എന്നുള്ളത് സെക്കൻഡറി ആക്ടിവിറ്റിയാണ്. അഗ്രികൾച്ചർ, മൈനിങ്, ഫിഷിംഗ് ഇതെല്ലാം പ്രൈമറി ആക്ടിവിറ്റീസാണ്. അപ്പോൾ ഇത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ പെടുന്നതാണ്. നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് പഠിക്കുക. A higher dash index represents inequality in income distribution. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇൻകം ഡിസ്ട്രിബ്യൂഷൻ്റെ ഇനീക്വാലിറ്റി കാണിക്കുന്നത് ഗിനി കോഎഫിഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ ഗിനി ഇൻഡെക്സ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. എ സസ്റ്റെയിൻഡ് റൈസ് ഇൻ ജനറൽ പ്രൈസ് ലെവൽ ഇൻ ആൻ എക്കണോമി ഈസ് കാൾഡ്. ഒരു എക്കണോമിയിൽ ജനറലായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടുന്ന ഒരു സിറ്റുവേഷൻ, അതിന് നമ്മൾ പറയുക ഇൻഫ്ലേഷൻ എന്നാണ്. ഓക്കെ, റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഓർത്ത് വയ്ക്കാം. റൈസ് ഇൻ ജനറൽ പ്രൈസ് ലെവൽ ഈസ് കോൾഡ് ഇൻഫ്ലേഷൻ. പ്രത്യേകം ഓർത്ത് വയ്ക്കുക. ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ടേമാണ്. ഓക്കെ.
A situation where the expenditure of the government exceeds its revenue is called. ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ വരുമാനത്തേക്കാൾ കൂടുകയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷന് പറയുന്ന പേരെന്താണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ബഡ്ജറ്റ് ഡെഫിസിറ്റ്. ബഡ്ജറ്റ് ഡെഫിസിറ്റ്, എ സിറ്റുവേഷൻ വേർ ദ എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെൻറ് എക്സീഡ്സ് ഇറ്റ്സ് റവന്യൂ. ഓക്കെ. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് GSTIN ഇൻ റിലേഷൻ ടു GST? അപ്പോൾ GSTIN എന്ന് പറഞ്ഞാൽ ഗൂഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. ശ്രദ്ധിക്കുക, GSTIN സ്റ്റാൻഡ്സ് ഫോർ ഗൂഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. ദ GST കൗൺസിൽ ഈസ് ഹെഡഡ് ബൈ. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, GST ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. GST കൗൺസിലിൻ്റെ ഹെഡ് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററാണ്, ഓർത്ത് വയ്ക്കുക. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. വിച്ച് ഓർഗനൈസേഷൻ പബ്ലിഷസ് എ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്? HDR, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത് നമുക്കറിയാം UNDP ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി. അപ്പോൾ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസുമായി ബന്ധപ്പെട്ടിട്ട് ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ഇൻഡെക്സുകളും പഠിക്കുക. ഓരോ ഇൻഡെക്സും ഇഷ്യൂ ചെയ്യുന്നത് ഏത് ഓർഗനൈസേഷൻസ് ആണ്, അല്ലെങ്കിൽ ഏത് രാജ്യത്തിലെ ഓർഗനൈസേഷൻസ് ആണെന്നൊക്കെ നോക്കി വയ്ക്കുക, ചോദിക്കാറുണ്ട്. അതുപോലെ ഓരോ നമ്മളുടെ ഇൻഡെക്സ് പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇന്ത്യയുടെ റാങ്ക് പഠിക്കുക, ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയത് പഠിക്കുക. അതുപോലെ ഏഷ്യൻ കൺട്രീസിൽ ഇന്ത്യയേക്കാൾ റാങ്ക് ബെറ്റർ ആയിട്ടുള്ള ഏതെങ്കിലും രാജ്യങ്ങളുണ്ടെങ്കിൽ അതും പഠിക്കുക. ദ മിഷൻ ഇന്ദ്രധനുഷ് ആൻഡ് ഇനീഷ്യേറ്റീവ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈസ് അസോസിയേറ്റഡ് വിത്ത്. മിഷൻ ഇന്ദ്രധനുഷ് എന്തുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടാണ്? റൈറ്റ് ആൻസർ ഒരു ഓപ്ഷൻ എ ആണ്, ഇമ്മ്യൂണൈസേഷനായി ബന്ധപ്പെട്ടതാണ് മിഷൻ ഇന്ദ്രധനുഷ്. മിഷൻ ഇന്ദ്രധനുഷ് ഇമ്മ്യൂണൈസേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹു മെയിൻറ്റെയിൻസ് എ ബഫർ സ്റ്റോക്ക് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ബഫർ സ്റ്റോക്ക്, ഫുഡ് ഗ്രെയിൻസിൻ്റെ ബഫർ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്? നമുക്കറിയാം. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, FCI, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത് 1965 ഇതും ഓർത്ത് വയ്ക്കാം. ഓക്കെ, നമ്മൾ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസാണ് നോക്കുന്നത്. അടുത്ത ദിവസം കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എക്സാംസൊക്കെ വരുന്നുണ്ട്, നമ്മൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്തിരിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അടുത്ത ക്ലാസ്സിൽ കാണാം.